രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോരുത്തരും അവരുടെ ശിരസിലെ 2 കൈകളും വെച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. സ്വരത്തിൽ ചെല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ, കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ, എപ്പോൾ വേണമെങ്കിലും ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 34 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള്, മഹാമാരികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, കൈകളെടുത്ത് കൈകളെ കൂപ്പി നിൽക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, കർത്താവ് നമുക്ക് എത്രയോ വാക്കുകൾ, എത്രയോ ജീവിതത്തിൻ്റെ ആഹാരമാണ് നൽകിയത്. ആത്മീയാഹാരം. ഓരോ വിഷയത്തിനും കർത്താവ് നമുക്ക് മറുപടി നൽകി. കർത്താവിൻ്റെ വലിയ മഹത്വം കൂടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളെ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഇത് ആര് കേട്ടാലും എപ്പോൾ കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം. കർത്താവെ, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്റെ തിരുമുറിവിലെ മുഴുവനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത മഹാരുമാരികള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈവെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദേശഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മാത്രം മതിയാകും. എവിടെയൊക്കെയാണ് രോഗം അവിടെയെല്ലാം കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഞാൻ
ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. കൃപാസന അൾത്താരെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിലാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. യേശുവിന്റെ നാമത്തിലാണ്. യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി. സകല വിശുദ്ധരെയും സാക്ഷി എന്റെ നിർത്തി രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത്. എന്റെ ബന്ധുക്കള് കൂടപ്പിറപ്പുമാര് അവരുടെ രോഗത്തിന് വേണ്ടി അവരുടെ രോഗസ്ഥാനം എന്റെ ശരീരത്തില് സങ്കൽപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തില് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കുമ്പോൾ ഈ നിമിഷം അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ എന്നിൽ നിന്നും അവരിൽ നിന്നും ക്ലേശങ്ങള് ബാധകള് രോഗങ്ങള് ബന്ധനങ്ങള് മാറട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടലും ഇത് സഹോദരങ്ങളുടെ കിഡ്നി രോഗങ്ങളും കരള് രോഗങ്ങളും വിസർപ്പ രോഗങ്ങളും സോറിയാസിസ് രോഗങ്ങളും ബൊണ്ടിലോസ് രോഗങ്ങളും കർത്താവേ ക്യാൻസർ രോഗങ്ങളും ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില് ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. എന്റെ മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ നമ്മൾ ഈ ധ്യാനം തുടങ്ങിയപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? Help those who have kind of troubles. ഓരോ തരത്തിൽ ബന്ധ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. എല്ലാ ബന്ധകളും ആശ്വസിപ്പിക്കപ്പെടണം. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉടമ്പടി ഇങ്ങനെ കത്തിപ്പടരാൻ കാര്യം? എന്തുകൊണ്ടാണ് 10,000 സാക്ഷിതകം പറഞ്ഞു മാറിയത്? ഒറ്റ കാര്യമുള്ള ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റാണ്. 2 കൊരിന്ത്യർ 1:4 എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മ തിരിച്ചറിഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഈ മനസ്സ് തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഒരു വീട്ടിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബനാഥനെന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയിട്ടിച്ച് കർത്താവ്. ഈ മനുഷ്യരാശിയുടെ 2 കൊരിന്ത്യർ 1:4 പറയുന്ന വ്യതകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യതകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോൾ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് ഈ പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അടയാളങ്ങൾ നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ചുകൊണ്ട് കർത്താവ്. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ വ്യതകളെയുമാണ്. വഴിയില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്, വീടും വഴിയും സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, മക്കൾ ദുർനടപ്പുകാരുണ്ട്, മക്കളെ ലഹരിക്ക് അടിപ്പെട്ടവരുണ്ട്, മക്കൾ ജയിലിലായിപ്പോയവരുണ്ട്, മക്കൾ വിദേശത്തായിട്ട് ആരും മറുപടി ഇല്ലാത്തവരുണ്ട്, മരുമക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട്, കേസ് കൊടുത്തവരുണ്ട്, ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട്. എല്ലാ വ്യതകളെയും അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ദിവ്യകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ. കർത്താവിനോട് പറയണമേ, ഞങ്ങൾക്ക് വേണ്ടി കരുണ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർണം പോലെ വിലയുള്ള നിമിഷങ്ങളാണ്. ഈ സമയത്ത് മൗന പ്രാർത്ഥനയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന. ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ സ്ഥിരമുള്ള അറിയിപ്പുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ബുധനാഴ്ച ഒരു ധ്യാനത്തിന് പോവുകയാണ് വിദേശത്ത്, അയർലൻഡിലെ. അപ്പോൾ ഉടനെ തിരിച്ചു വരും. പക്ഷേ ആ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ 17, 18, 19, 20 ദിവസങ്ങളിലാണ് അവിടെ ധ്യാനം. 17-ാം തീയതി പോകും, 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി ധ്യാനം. ഇതുവരെയൊക്കെ വിസ കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. വിജയകുമാറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്തതായിട്ട് കമ്പ്യൂട്ടർ മെസ്സേജ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൂടി എമർജൻസി ആയിട്ട് കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ എമർജൻസി ആയിട്ട് ഉള്ള വിഷയങ്ങൾ അച്ഛനിവിടെ ഉണ്ടോ എന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചേക്കണം. ഇപ്പോൾ ക്യാൻസർ രോഗികളുടെ മറ്റ് വളരെ അടിയന്തര ആവശ്യമുള്ള ആൾക്കാർ വരത്തില്ലേ, അപ്പം അച്ഛനെ കാണണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇവിടെ വരുന്ന മുമ്പ് ഒന്ന് വിളിച്ച് ചോദിക്കണം. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇവിടെ അച്ഛനെ ഒരു മാസം ഇല്ലാതിരുന്നാലും ഒരു കൊല്ലം ഇല്ലായിരുന്നാലും ഇവിടെ എല്ലാ കാര്യം ചെയ്യണത് അമ്മ നേരിട്ടല്ലേ. ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി എടുക്കുകയും ഇന്നലെ തന്നെ 2000 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാം 4 അച്ഛന്മാരെ, 8 സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ 120ഓളം പ്രേക്ഷിതരല്ലേ വർക്ക് ചെയ്യണത്. ഇപ്പം കൃപാസനത്തിൽ ശുശ്രൂഷകൾ എന്തെല്ലാം കാഷ്വായിട്ടുണ്ടായാലും പരിശുദ്ധ അമ്മ സുന്ദരമായി ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാകും, എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും, എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പം സന്തോഷമായിട്ട് ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങളെപ്പോഴും അറിയാമല്ലോ, ചിലർ വന്ന് ചോദിക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനം കൂടണോ എന്നൊക്കെ. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എടുത്താൽ എല്ലാ ഉടമ്പടി ധ്യാനവും മസ്റ്റായിട്ട് കൂടണം. അതിൻ്റെ ആധ്യാത്മികമായ ഉത്തരവാദിത്വമാണ്. അപ്പം അതിനിടയ്ക്ക് ഈ ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങണ കക്ഷികളാണെന്ന് തോന്നുന്നു വന്ന് ചോദിക്കണത്. ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങിയിരിക്കുക. ഞാൻ കുറ്റം പറയണില്ല, കാര്യം ഈ അകലേന്നൊക്കെ വന്ന ആൾക്കാരല്ലേ, വണ്ടിയിലൊക്കെ ഉറങ്ങാതെ വന്നിട്ട് ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങും. എന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കും ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്യരുത്, എല്ലാം കൃത്യമായിട്ട് ചെയ്യാവൂ. ഒരു സാക്ഷിയ ദിവസങ്ങളിലൊരു അപ്പച്ചൻ പറഞ്ഞ്, അപ്പച്ചൻ്റെ ഇളയ മരുമകൾ മക്കളില്ലാതെ അവർ ഒന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അവർക്ക് ഉടനെ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ഇളയ മകൾക്ക്, മൂത്ത മകൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ 7 വർഷമായി. ആ മനുഷ്യൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? അവർ കാനഡയിലെ വിദേശത്താണ്, കുഞ്ഞുങ്ങളില്ലാതെ 7 വർഷമായ മോൾ. അപ്പനെന്നാ ചെയ്തിരിക്കണത്, മകൾക്കല്ലേ മക്കളില്ലാത്തത്. അപ്പം അതുകൊണ്ട് അപ്പൻ ഉടമ്പടി തൈലം മേടിച്ച് വയറ്റത്ത് പുരട്ടത്തി വിശ്വാസപ്രമാണം ചെയ്യും.
നമ്മളീ പറയണ പോലെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു തരം എന്താണ് കോമഡിയായിട്ട് തോന്നും. പക്ഷെ കർത്താവിന് തോന്നണ്ടേ? കർത്താവ് തോന്നത്തില്ല. കാര്യം അത് വിശ്വാസമാണ് അയാളുടെ. നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് കോമഡിയായിട്ട് തോന്നുന്നത്. ആ മാസം തന്നെ ആ മകൾ ഗർഭം ധരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കൃപാസനത്തെ സ്നേഹിക്കുന്നതും അവിശ്വാസികൾ ആക്രമിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കാര്യം സ്വാഭാവികമായ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് അടയാളങ്ങളായിട്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൃപാസന ഓബ്ജക്ട്സ്, ഇപ്പം ഞാൻ പത്രമാണെങ്കിൽ ഞാൻ വ്യഞ്ചരിച്ചാൽ നൽകണത് എന്താ കാര്യം? അത് പ്രാർത്ഥിക്കുന്ന, അത് ആൾക്കാർ കൊണ്ടേ കൊടുക്കത്തില്ലേ, കൊടുത്ത് വായിക്കുന്നവരെ, ആ വായിക്കുന്നവർക്ക് അതിൻ്റെ അഭിഷേകം ഉണ്ടാകണം. അവർ ദൈവത്തെ അറിയണം, മനസ്സിലാക്കണം. അവർ കുറച്ചുകൂടി നല്ല മനുഷ്യരായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പത്രം വെഞ്ചരിക്കണത്. എല്ലാ വസ്തുക്കളും വെഞ്ചരിച്ചതാണ്. വെഞ്ചരിക്കണം. എപ്പോഴും കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ പ്രാർത്ഥനാ രീതികൾ മനസ്സിലാക്കി പ്രത്യക്ഷീകര പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് ഒക്കെ ചൊല്ലി വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടരുത്. അതൊക്കെ ഈ നേർച്ച വസ്തുക്കളെല്ലാം മീഡിയംസാണ്. അതിൻ്റെ പവർ റിലീസ് ചെയ്യിക്കുന്നത് അതിൻ്റെ ഓഡിയോ ഫോർമുലയാണ്, വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അത് ചെയ്യാതെ അതൊന്നും ചെയ്യരുത്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴൊക്കെ ഒന്നും പറയാത്ത കാര്യം ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കൃപാസനം, സൊസൈറ്റി ഓഫ് കൃപാസനം എന്ന് പറഞ്ഞ് കൃപാസനം പ്രേക്ഷിതരുടെ ഒരു ശുശ്രൂഷ ആണിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മിഷണറീസ് ഓഫ് മെരിൻ അപ്പാരിഷൻസിന് പകരം സ്ഥാപിക്കുന്നത്.